കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ധാരാളം നേതാക്കന്മാർ ആ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് UDFിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാലക്കാട് ജില്ലയിൽ നമുക്കറിയാം, പ്രിയപ്പെട്ട സുരേഷ്, ഒരു കാലത്ത് നമ്മളെല്ലാവരും അച്യുതാനന്ദൻ്റെ എല്ലാം ആയിരുന്ന സുരേഷ്, കേരളം അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഈ പാർട്ടിയുടെ തെറ്റായിട്ടുള്ള നയത്തെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നത്. അദ്ദേഹം മാത്രമല്ല, നമുക്കറിയാം ഇന്നലെ ഇന്നും അതുപോലെ തന്നെ ഇനിയും ധാരാളം നേതാക്കന്മാർ, സുധാകരനാണെങ്കിലുള്ള ധാരാളം ആളുകൾ ആ പാർട്ടി വിട്ട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് ലക്ഷണം കൊടുക്കുന്ന രീതിയിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒന്നോ രണ്ടോ അല്ല കൊഴിച്ചു പോകുന്നത്, നിരവധി പേർ കൊഴിഞ്ഞ് കോൺഗ്രസിലേക്ക് വരുന്ന ഈ കാലഘട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ നമ്മൾക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് വരാൻ താല്പര്യം കാണിച്ചിട്ടുള്ള സുരേഷിനെ ഞാനിപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നിലയ്ക്ക് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് കൊടുത്ത് സ്വീകരിക്കാൻ പോവുകയാണ്. ആ ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ നേതാക്കന്മാരാണ് പറയേണ്ടത്. ആ സമയത്ത് അവർ പറയും. 5 രൂപ മെമ്പർഷിപ്പ് അതങ്ങ് കൊടുക്കുക, വാങ്ങിക്കാൻ പോകുക. ഓക്കെ സുരേഷ്. ഒരു പ്രത്യേകത, മലമ്പുഴയിൽ 87 മത്സരിച്ച ഞാൻ, കഴിഞ്ഞ വർഷം മത്സരിച്ച ആനന്ദൻ എല്ലാം അപ്പുറം ഇപ്പുറം ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി അദ്ദേഹം സ്വീകരിക്കുന്നത്. തങ്കപ്പേട്ടൻ പറഞ്ഞപ്പോൾ 87 കാര്യം, ഞാനന്ന് 8ാം ക്ലാസ്സിലാണ് എൻ്റെ ഓർമ്മ. അന്ന് തങ്കപ്പേട്ടൻ്റെ ഇതല്ല ഗ്ലാമർ താരമായിരുന്നു. അന്ന് ദൂരെ എവിടെ നിന്നിട്ട് ഒരു പ്രചരണ വാഹനത്തിൽ തങ്കപ്പേട്ടൻ വരുന്ന ചിത്രമാണ് എനിക്കുള്ളത്. എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര കക്ഷിയിൽ ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും ICC ഓഫീസിൽ ആദ്യമാണ്. സുരേഷ് ഒരു ആദർശമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, നടക്കുന്ന കൂട്ടത്തിലായിരുന്നല്ലോ. ഒരിക്കലും കയറില്ല, ഒരു കോംപ്രമൈസ് ഇല്ലായിരുന്നു ഒരു കാര്യത്തിലും. അതാണ് ഞാൻ പറഞ്ഞ, ഞാൻ ഫുൾ സ്റ്റോപ്പ് ചെയ്തല്ലോ. അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് കാര്യം അത് ചെയ്യാൻ തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കും. 11:30 മണിയോടെ അറിയാം. ഒന്നുമില്ലാണ്ടൊന്നും നടക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.